ഹായ് ചിക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക, കുക്കിംഗ് ഒന്നുമല്ല കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പൂജാ റൂം ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയും നമ്മുടെ പൂജാ റൂം ക്ലീൻ ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ അധികം പൊടിയും അതുപോലെ വിളക്കിൽ അധികം കരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പോരാത്തത് നമ്മൾ സംക്രാന്തിയുടെ 2 ദിവസം മുന്നേ കൂടി നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മുകളിലത്തെ പാർട്ട് നമ്മൾ അത് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ 2 ദിവസം മുന്നാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളെ വെള്ളിയാഴ്ച ആയ കാരണം ഇത് ക്ലീൻ ചെയ്യാണ്ടിരുന്നപ്പോൾ എനിക്കൊരു മാതിരി തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മാത്രം നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. 2 ദിവസം മുമ്പ് ചെയ്ത കാരണമാണ് മേലത്തെ പാർട്ട് നമ്മൾ ക്ലീൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ അന്നും കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ആയ കാരണം നമ്മളിത് എല്ലാ ആഴ്ച ഇങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് നമുക്കത് ചെയ്യാണ്ടൊരു ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് നമ്മുടെ പൂജാ റൂമിൻ്റെ മേലൊക്കെ നമ്മൾ നന്നായി തന്നെ തട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാണിച്ചു തന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ വിളക്കിൽ തിരി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം കേട്ടോ ചെയ്യാറുള്ളത്. അതുപോലെ ഈ കൊട്ടയിൽ നമ്മൾ നൂൽത്തിരി അങ്ങനെ വേണ്ടാത്തതല്ല നൂൽത്തിരി അതുപോലെ കർപ്പൂരം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പൊട്ടിക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ എടുത്ത് വെക്കാനാണ് കേട്ടോ ആ കൊട്ട നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിൽ വിരിച്ച പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചൂല് വെച്ചിട്ടാണ് നമ്മുടെ പൂജാ റൂം അടിക്കുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂല് വേറൊന്നും അടിക്കാൻ എടുക്കില്ല കേട്ടോ. നമ്മുടെ പൂജാ റൂം മാത്രം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചൂലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് തന്നെ ഒന്ന് തട്ടിയെടുക്കുന്നത്. നമ്മൾ വേറെ എല്ലാവിടെയും അടിക്കുന്ന ചൂല് ഞാനിതിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചൂല് വാങ്ങി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു തുണി എടുത്തിട്ട് വന്നിട്ട് നന്നായി വെള്ളത്തിലൊക്കെ മുക്കി പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാതിലും കട്ടിലും ഒക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൂജാ റൂം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി നമ്മൾ വേറൊന്നിനും ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് മാത്രമായിട്ടാണ് ആ തുണി എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കട്ടിലയും അതിൻ്റെ വാതിലും പിൻവശവും മുൻവശവും എല്ലാവിടെയും നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ 2 ദിവസം മുന്നേ ചെയ്തതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ എല്ലാ സൈഡും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പൂജാ റൂമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് വേറൊന്നിനും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അവിടെ എല്ലാം കട്ടിലി ഇതെല്ലാം തുടച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം പോയി നമ്മുടെ തുണിയൊക്കെ ഒന്നുകൂടെ വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം നന്നായി പിഴിഞ്ഞിട്ട് നമ്മൾ ദൈവ ഫോട്ടോ വെക്കണം അവിടെയൊക്കെ ഒന്ന് തുടച്ച് അതുപോലെ നമ്മുടെ നിലമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കിയിരിക്കട്ടെ കൊണ്ട് വേഗം തന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ പൂജാ റൂം നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളത്. അങ്ങനെ അതെല്ലാം തുടച്ചതിന് ശേഷം അതൊന്ന് വെടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചതിന് ശേഷം വേണം നമുക്കിനി അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളിലുള്ള വിളക്കും ഫോട്ടോസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ വിളക്കിലേക്ക് ഇതിലുള്ള എണ്ണകളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലൊരു തുണി എടുത്തിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് അശ്വിനുള്ള കാരണം അശ്വിൻ എനിക്ക് തുടച്ച് തരുന്നുണ്ട് കേട്ടോ. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളാണ് കേട്ടോ എനിക്ക് ഫോട്ടോസൊക്കെ എല്ലാ ആഴ്ചയും തുടച്ച് തരാറുള്ളത്. അവരുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കാറുള്ളത്. അവർക്കിത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഫോട്ടോസ് ഉടയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടാളും ചെയ്തു തരും കേട്ടോ. ചില സമയത്ത് എനിക്ക് വയ്യാത്ത ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പൂജാ റൂം നമ്മുടെ അക്ഷയ തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ ഞാൻ നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് തുടയ്ക്കാൻ കൊടുത്തു. അതിന് ശേഷം നമുക്ക് കുറേ വിളക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫോട്ടോസിനിട്ട് ചന്ദനവും കുങ്കുമൊക്കെ താഴെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് താഴെ പോയാൽ നമ്മൾ താഴെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ. ഞാൻ വീട്ടിലെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ഷയ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അശ്വിൻ പോയിട്ടില്ല കേട്ടോ. അശ്വിന് സുഖമില്ല, അതുകൊണ്ട് അശ്വിൻ പോയിട്ടില്ല. അപ്പം ഞാൻ ഒരു പേപ്പർ വിരിച്ചു കൊടുത്തിട്ട്
അതിലേക്കൊക്കെ തുടച്ച ചന്ദനവും കുങ്കുമമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് ആ പേപ്പർ എടുത്ത് കളയല്ലേ വേണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഫോട്ടോസൊക്കെ ഇതുപോലെ അടുക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായി തന്നെ അവൻ തുടച്ച് തരും കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ വിളക്ക് കഴുകാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കഴുകാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്ന എണ്ണയും തീരിയും എല്ലാം നമ്മൾ നമ്മുടെ അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ എന്തായാലും ഇപ്പം മഴയൊക്കെ ആയ കാരണം വെള്ളം കാച്ചും വൈകുന്നേരമൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കത്തിക്കുമ്പോൾ റെഡിയാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എണ്ണയും തീരെയും എപ്പോഴും ഇതുപോലെ അടുപ്പിൽ ഒഴിച്ച് വെക്കാറാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വിമ്മ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഫോട്ടോസല്ല വിളക്കുകളൊക്കെ ഒന്ന് കഴുകി എടുക്കാറുള്ളത്. നമ്മൾ എല്ലാ ആഴ്ചയും കഴുകുന്നത് കൊണ്ട് തന്നെ ഓവറായിട്ട് കരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബൗളും ഈ സ്ക്രബ്ബറും വിളക്ക് കഴുകാൻ മാത്രമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മൾ എന്താ പറയുക, ഒരുമിച്ച് നമ്മുടെ വിളക്കുകൾ ഇങ്ങനെ വാഷ് ബേസിനിൽ ഇട്ടിട്ട് കഴുകില്ല. എന്താ പറയുക, നമ്മളിതിൽ പാത്രങ്ങളൊക്കെ കഴുകുന്നത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഓരോരോ വിളക്കായിട്ട് തേച്ച് കഴുകിയിട്ടാണ് കേട്ടോ മാറ്റി വയ്ക്കാറുള്ളത്. അല്ലാണ്ട് എല്ലാം കൂടെ വാഷ് ബേസിനിട്ട് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓരോരോ വിളക്കായിട്ട് തന്നെ പെട്ടെന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അധികം കരിയില്ലാത്തത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ വിമ്മിട്ട് കഴുകുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ വിളക്കുകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് നമ്മൾ കഴുകും. അതുപോലെ തന്നെ നമ്മുടെ ചന്ദനത്തിരി കൊളുത്തുന്ന ആ സാധനം, പിന്നെ അതുപോലെ എന്താ പറയുക, ഈ നമ്മൾ വിളക്ക് ആദ്യം കൊളുത്താൻ ഉപയോഗിക്കുന്ന വിളക്കില്ലേ അത്, അങ്ങനെയുള്ള ഐറ്റംസുകൾ, പിന്നെ അതുപോലെ നമ്മൾ ഇതിന് തിരി നീട്ടാനും കെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോല്, അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പണി പെട്ടെന്നാകും. എന്താ പറഞ്ഞാൽ അധികം ഉരച്ച് കഴുകേണ്ട പ്രയാസമില്ല കേട്ടോ. മാക്സിമം നമുക്ക് ആകുന്നത് പോലെ ആഴ്ചയിലോ രണ്ടാഴ്ചയിലൊക്കെ ഇതുപോലെ പൂജാ റൂമും വിളക്കുകളൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. കുറേ കഷ്ടങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഉണ്ടാവാണ്ടിരിക്കില്ല. പക്ഷെ എന്നാലും അതിൽ നിന്നൊക്കെ എത്ര കഷ്ടമുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നല്ല റിലീഫായിട്ട് വരാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്കെല്ലാം കഴുകി ഞാനതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ പൂജാ റൂം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതുപോലെ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസ് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ആഴ്ചയിലാവുമ്പോൾ നമുക്ക് മാറ്റാനും അതുപോലെ എണ്ണ, ചന്ദനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയാൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഫോട്ടോസ് വെച്ച് കൊടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ചെറു കുഞ്ഞ് ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കുറച്ച് നമ്മുടെ കൃഷ്ണനുള്ള എന്താ പറയുക കുന്നിക്കുരു കേട്ടോ, അത് നമ്മുടെ അശ്വിൻ കളിക്കാൻ പോയപ്പോൾ ഇവിടുന്ന് കൊണ്ട് തന്നാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ പൂജയ്ക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു. കഴുകി കൊണ്ടുവന്ന വിളക്ക് അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു 10 മണിക്കാണ് കേട്ടോ നമ്മുടെ പൂജാ റൂം ഇങ്ങനെ വൃത്തിയാക്കുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വൈകുന്നേരത്തെ കാര്യങ്ങൾ ചെയ്യണം. അശ്വിനെ എഴുതിപ്പിക്കുക, പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് വൈകുന്നേരം വിളക്ക് വെക്കണം. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം നമുക്ക് ക്ലീനിങ് പരിപാടി നടക്കില്ല. അപ്പോൾ രാവിലത്തെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ പൂജാ റൂം എല്ലാ ദിവസവും അല്ല ആഴ്ചയിൽ വൃത്തിയാക്കാറുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുങ്കുമം പൊട്ടും ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ചന്ദനവും കുങ്കുമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് ഒന്നുമില്ല രാവിലെ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ എന്താ പറയുക പൂജാ റൂം ക്ലീനിങ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 11 മണി ആ സമയമാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൂജാ റൂം വൃത്തിയാക്കുന്നതിൻ്റെ വിശേഷങ്ങളും റെസിപ്പി പറയാനില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.